ഹലോ ഗായ്സ്, നമ്മളൊരു RC കാർ വാങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ഐറ്റം വന്നിട്ടുള്ളത് ക്വാളിറ്റി വെച്ചിട്ട് ഇത് പാക്കിംഗ് ഒന്നും അത്ര നല്ല ക്വാളിറ്റി ഇല്ല. അതിനകത്തും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, കുലുങ്ങുന്നതിൻ്റെ അതിനകത്തിരിക്കുന്ന സാധനമേ. നമുക്കെന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബോക്സ് എല്ലാം ഡാമേജ് ആയിട്ടിരിക്കുമോ, സൈഡെല്ലാം പൊട്ടിയിരിക്കുന്നുണ്ട്. ഇനി കാറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുകൂടെ നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ കാറിൻ്റെ ബോക്സ്. WPLൻ്റെ RC കാർ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. 4x4 RTR എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. എന്തായാലും നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കാറിന് വല്ല ഡാമേജ് ഉണ്ടോ എന്തോ, ക്വാളിറ്റി തീരെ ഇല്ല പാക്കിങ്ങിന്. അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവലുണ്ട്. ഇതിൻ്റെ കുറേ പാർട്സ് ഉണ്ട്, നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടുള്ള. അതെങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം അതിനതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ടൊരു ബമ്പർ, പിന്നെ റൂഫ് റാക്ക്, ലഗേജ് കാരിയർ, ഇത് വന്നിട്ട് ഇതിൻ്റെ ചാർജർ, ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സാധനവും, പിന്നെ അതിൻ്റെ ലൈറ്റിൻ്റെ കുറച്ച് അക്സസറീസ്, പിന്നെ സ്റ്റിക്കറുണ്ട്. നമുക്ക് ഇതിൻ്റെ റിമോട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോള്. റിമോട്ട് കൺട്രോളിന് വെയിറ്റ് ഒന്നുമില്ല ഇതിനകത്ത്. ഇത് വന്നിട്ട് 2 ചാനലാണ് വരുന്നത്. നമുക്ക് സ്റ്റിയറിങ്ങും പിന്നെ ത്രോട്ടിൽ മാത്രമേ ഉള്ളൂ. അത് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ കാറൊന്ന് എടുത്ത് നോക്കാം. കാറിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും കാണുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ ഇത്തിരി വലിപ്പം കൂടുതലാണ്. ഞാനത് ചെറുതാണെന്നാണ് വിചാരിച്ചത്. 1/60 സ്കെയിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു 1/10 സ്കെയിൽ വരുന്ന RCയുടെ അത്രയൊക്കെ ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ടയർ വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് കൂടെ ഉണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അസംബിൾ ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.